ഹലോ. നമ്മൾ നാട്ടിലൊക്കെ വലിയ വലിയ വീടുകളാണ് എല്ലാവർക്കും ഉള്ളത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നാട്ടിൽ പോയപ്പം റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ വലിയ വലിയ കൊട്ടാരങ്ങൾ പോലെയുള്ള വീടുകളാണ് എല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെയുള്ള വീടുകൾ കാണാൻ. ആ വീടുണ്ടാക്കിയ ഉടനെ അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. വീട്ടിലാരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമ്മളെ വീട് എല്ലാവരും മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. എന്ത് നല്ല വീടാണ്, നല്ല ഭംഗിയുണ്ടല്ലോ, എത്ര എത്ര മുറികളാണ്, മേലെയും താഴെയും, അങ്ങനെയൊക്കെ കേൾക്കുന്ന നമുക്ക് നല്ല ഹാപ്പി ആയിരിക്കും. പക്ഷേ നമ്മൾ കുറച്ചു കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ മക്കളൊന്നും ഇപ്പം നാട്ടിലൊന്നും മക്കളൊന്നും വീട്ടിലില്ല. എല്ലാവരും ജോലി കിട്ടിയിട്ടും കല്യാണം കഴിഞ്ഞിട്ടും ഒക്കെ പല പല സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. കാനഡ, ജർമ്മനി, UK അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലേക്കും മക്കൾ, ഒന്നുമില്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കെങ്കിലും മക്കളൊക്കെ മാറി താമസിക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയും മാത്രമേ വീട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് ഈ വീട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ രണ്ടുപേരും കൂടി മാത്രം താമസിക്കുമ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗവും അടിച്ചുവാരി തുടക്കാൻ ഇവർക്ക് കുറച്ച് പ്രായമാകുമല്ലോ. ഈ പ്രായമാകുന്ന സമയത്ത് അവർക്ക് വീട് അടിച്ചുവാരി തുടക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പം പോയ വീടുകളിലൊന്നും മക്കളില്ല. മക്കളൊക്കെ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ പിന്നെ മോൻ എവിടെയാണ്, മോൾ ഇവിടെയാണ്, ഒരാൾ ദുബായിലാണ്, ഒരാൾ UK അങ്ങനെ പല പല കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷേ ഈ മക്കൾ ഒന്നും വീട്ടിലില്ലാതെ അച്ഛനമ്മയും മാത്രമാകുമ്പം അടിച്ചു വാരാൻ വേണ്ടി സ്റ്റെപ്പ് കയറാൻ പോലും പ്രായമായല്ലോ. അപ്പോൾ കാലിന് മുട്ടിന് വേദന, കാലിന് പ്രശ്നം, പിന്നെ ജോലി ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ജോലിക്കാരെങ്കിലും കിട്ടുമെന്ന് നോക്കുകയാണെങ്കിൽ അതും കിട്ടില്ല. നാട്ടിലൊക്കെ ജോലിക്ക് ആളുകളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പം ആളെയും കിട്ടാനില്ല. അപ്പോൾ അഥവാ കിട്ടുകയാണെങ്കിൽ ആഴ്ചക്ക് ഒരു ദിവസം ഏതെങ്കിലും ഒരു സ്ത്രീ വന്ന് വീടൊക്കെ അടിച്ചു വാരി തുടച്ചൊക്കെ പോവത്രേ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇവർക്ക് അടിച്ചു വരാൻ പറ്റാത്തതുകൊണ്ട് ഇവർ സ്റ്റെപ്പ് കയറി മേലോട്ടൊന്നും പോകാറേ ഇല്ല. അപ്പോൾ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് വെച്ചാൽ അത്രയും വലിയ വീട് ഉണ്ടാക്കണ്ടായിരുന്നു, അത്രയും വലിയ വീടുള്ളത് കൊണ്ടല്ലേ അടിച്ചു വരാനൊക്കെ ബുദ്ധിമുട്ട്, മേലോട്ടൊന്നും റൂമുകൾ വേണ്ടായിരുന്നു, താഴെ മാത്രമായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യായിരുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരാളുടെ അടുത്തു നിന്നല്ല പല പല ആളുകളുടെ വായിൽ നിന്നും കേട്ടു ഇത്രയും വലിയ വീട് ഉണ്ടാക്കണ്ടായിരുന്നു. ആ ഉണ്ടാക്കുന്ന സമയത്ത് മക്കളുടെ കല്യാണത്തിന് വേണ്ടി പിന്നെ നാട്ടുകാരും ആൾക്കാരും ബന്ധുക്കളൊക്കെ കല്യാണത്തിന് വരുമല്ലോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും താമസിക്കാനും പിന്നെ കല്യാണാലോചനയൊക്കെ വരുന്ന സമയത്ത് വലിയ വീടുണ്ടെന്നൊക്കെ പറയാനൊക്കെ വേണ്ടിയാണ് എല്ലാവരും വലിയ വീടുകൾ ഉണ്ടാക്കുന്നത്. പക്ഷെ പിന്നെ അതൊരു വിനയായിപ്പോയി എന്നവർക്ക് തോന്നുന്നുണ്ടെന്ന് പല ആൾക്കാരുടെ വായിൽ നിന്നും കേട്ടു. അതുകൊണ്ടൊരു ചെറിയ വീട്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ചെറിയ വീടാണ് നമുക്ക് ആവശ്യം. എല്ലാ സൗകര്യങ്ങളും വേണം കേട്ടോ. ചെറുതെന്ന് പറഞ്ഞിട്ട് പിന്നെ സൗകര്യങ്ങളില്ലാണ്ടാവരുത്. ചെറിയ വീടും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണെങ്കിൽ നമുക്ക് അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും പിന്നെ പ്രത്യേകിച്ചും സ്റ്റെപ്പ് കയറി മേലോട്ടൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കയറി പോകാനുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കാം. താഴെ നമ്മളെ കൺമുമ്പ് തന്നെയുള്ള റൂംസ് ആകുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള വീടുകൾ ഉണ്ടാക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്. ആർഭാടം മറ്റുള്ളവരെ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ചെറിയ വീടുകൾ, അതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്. അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം.